hello, welcome to market discussion of the day. Today, 21st of July 2026, Tuesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന പുതിയ ബാച്ച് അടുത്ത ആഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും, അടുത്ത തിങ്കളാഴ്ച. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണമെന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് ഒരുപാട് ഫണ്ടമെൻ്റൽസ് കഴിഞ്ഞ ആഴ്ചയും അതിൻ്റെ മുന്നത്തെ ആഴ്ചയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന്, അല്ലേ? സോ വീണ്ടും അവസാനിച്ചു എന്ന് വിചാരിച്ച വാർ വീണ്ടും തുടക്കം കുറിച്ചു, അല്ലേ? സോ അതിൽ മെയിനായിട്ടുള്ള നമ്മുടെ US-ഉം ഇറാനും തമ്മിലുള്ള ആ ഒരു വാറിൻ്റെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിലെ ത്രെഡ്സാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതുമൂലം എന്താ പറയുക, ആ ഒരു ഒരുപാട് മിലിറ്ററി ക്ലാഷസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുമൂലം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് വീണ്ടും കൂടിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? സോ ക്രൂഡ് ഓയിലിൻ്റെ റേറ്റൊക്കെ കഴിഞ്ഞ ആഴ്ച അതിന് മുന്നേ, ഈ വാറിന് മുന്നേ ആയിട്ട് നല്ല രീതിയിൽ കുറഞ്ഞു, ഓൾമോസ്റ്റ് 65 ലെവലിലോട്ടൊക്കെ വന്നതായിരുന്നു പെർ ബാരലിന്. വീണ്ടും ഇന്ന് രാവിലെ ഓൾമോസ്റ്റ് 80-85 ലെവലിലോട്ട് കയറിപ്പോയത് നമുക്ക് കാണാനായിട്ട് പറ്റും, അല്ലേ? സോ ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്താണ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്? നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അല്ലേ? എങ്ങനെയാണ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നത്? ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് കൂടുന്നതിനനുസരിച്ച് ഇൻഫ്ലേഷൻ കൂടുകയും, ഇൻഫ്ലേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? നമ്മുടെ ഫെഡിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ യാതൊരു പോസിബിലിറ്റിയും ഇല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് പോവുകയും US ഡോളറിൻ്റെ വാല്യൂ കൂടുകയും ചെയ്യുന്നു അതിലൂടെ, അല്ലേ? സോ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ US ഡോളറിൻ്റെ വാല്യൂ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് താഴോട്ട് പോവുകയും ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു എക്കണോമിക്സ് വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങി എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ US ഡോളർ ഇൻഡെക്സിൻ്റെ വാല്യൂ വന്നിട്ട് 100.8 to 101 റേഞ്ചിൽ ഇപ്പോൾ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ നമുക്ക് ഇന്നലെ മാർക്കറ്റ് ഡിസ്കഷൻ ഉണ്ടായിരുന്നില്ല. സോ നമുക്ക് നമ്മുടെ ഫോറക്സ് ഫാക്ടറിയിൽ ഈ ആഴ്ചത്തെ മേജർ ന്യൂസുകളൊന്ന് നോക്കിക്കാണാം. എല്ലാ തിങ്കളാഴ്ചയും പറയുന്ന കാര്യമാണ്. പക്ഷേ ഇന്നലെ നമുക്ക് എന്താ പറയുക, നമ്മൾ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോ അത് ഞാൻ ഓടിച്ചു പറഞ്ഞു പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇന്ന് നമുക്ക് നമ്മളുടെ പ്രത്യേകിച്ച് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നുമില്ല. ഓൾറെഡി GBPന്ന് ക്ലെമൻറ്റ് കൗണ്ട് ചേഞ്ചിൻ്റെ ന്യൂസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ക്ലെമൻറ്റ് കൗണ്ട് ചേഞ്ചിനകത്ത് ഫോർകാസ്റ്റ് വന്നിട്ടുള്ളത് 29.4K ആയിരുന്നു. ഓക്കെ, ഒറിജിനൽ വന്നപ്പം 6.7K ആണ്. ഇത് ആക്ച്വലി GBP നല്ലതാണ്. ഓക്കെ, ക്ലെമൻറ്റ് കൗണ്ട് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തുള്ള എത്ര പേർക്ക് ജോലി, ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം പോലത്തെ UK-ലെ ന്യൂസാണ്. എത്ര പേര് എന്താ പറയുക, ജോലി കിട്ടാണ്ടായി എന്നുള്ളതാണ്. ജോലി കിട്ടാണ്ടായിട്ട് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ക്ലെയിമിന് പോയി എന്നുള്ളതാണ് ഈ ക്ലെമൻറ്റ് കൗണ്ട് ചേഞ്ച്. ഓക്കെ, സോ അത് കുറഞ്ഞു എന്നുള്ളത് ആക്ച്വലി നമ്മുടെ GBPക്ക് നല്ലതായിട്ട് അഫക്റ്റ് ചെയ്യും. അതും 29.4K എന്ന് 6.7K ആയതുകൊണ്ടിട്ട് തന്നെ നല്ലൊരു ന്യൂസാണ് ആക്ച്വലി GBPയിൽ നിന്നുള്ളത്. ഓക്കെ, അതേപോലെ നമ്മുടെ GBP നോക്കുകയാണെങ്കിൽ UK-യിൽ പുതിയ പ്രൈം മിനിസ്റ്റർ ചാർജ് എടുത്തു. അപ്പോൾ അവിടുന്ന് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി കാണണം എന്നുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് അവിടെ പൊളിറ്റിക്കലായിട്ടുള്ള അവരുടെ ബഡ്ജറ്റ്, ഓക്കെ, ബഡ്ജറ്റിൻ്റെ എത്ര ശതമാനം അവരുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള യൂസിന് യൂസ് ചെയ്യുമോ, അതോ ഇനി ഉക്രൈനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എത്ര ശതമാനം പൈസ കൊടുക്കുമോ, അല്ലെങ്കിൽ മേജറായിട്ടുള്ള വേൾഡിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി എത്ര പൈസ കൊടുക്കും, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പുതിയ ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ സ്പീച്ചസ് നമ്മൾ നല്ല രീതിയിൽ നോക്കിക്കാണണം. ഓക്കെ, സോ അത് പ്രോപ്പറായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള പോസിബിലിറ്റി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇപ്പം ഉള്ള 1.3400 ഒക്കെ ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ ടെക്നിക്കൽ ബേസ് ചെയ്തിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എടുക്കണം. പക്ഷേ ഡെഫിനറ്റ്ലി നമ്മൾ ഈ പറയുന്ന ഫണ്ടമെൻ്റൽസ് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ നാളെ രാവിലെ 11:30 മണിക്ക് വീണ്ടും GBPന്ന് CPIയുടെ ഡേറ്റ വരുന്നുണ്ട്. സോ 11:30 മണിക്ക് മുന്നേ ആയിട്ട് GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, വേണമെന്നുള്ള ആൾക്കാർക്ക് ട്രേഡ് ചെയ്ത് പോകാം. GBP ഒന്നും
ഭയങ്കരമായി പെട്ടെന്ന് അങ്ങനെ മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നൊരു സംഭവമൊന്നുമില്ല. അൺലെസ് US മാർക്കറ്റിൽ 6:30 ശേഷം ഡെഫിനറ്റ്ലി GBPയിൽ വലിയ മൂവ്മെൻറ്റ് ഉണ്ടാവും. പക്ഷേ 6:30 വരെയൊക്കെ നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ട്രേഡ് ചെയ്ത് പോകാം എന്നുള്ളതാണ് GBPയുടെ പ്രത്യേകത. ഓക്കെ, സോ വ്യാഴാഴ്ച നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും GBPന്ന് ചെറിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. യൂറോയിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, സോ ECB പ്രസിഡന്റ് കോൺഫറൻസ് ഉണ്ട്, അതേപോലെ CB ലീഡിംഗ് ഇൻഡെക്സ് ഉണ്ട്, കൺസ്യൂമർ കോൺഫിഡൻസിൻ്റെ ന്യൂസ് വരുന്നുണ്ട്, അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ് വരുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ കുറച്ച് ന്യൂസുകളുണ്ട്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായി മാർക്കറ്റിനെ പിടിച്ചു കുലുക്കാൻ തക്കോണമുള്ള ന്യൂസുകളൊന്നുമല്ല. ഓക്കെ, വെള്ളിയാഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച എന്താണ് GBP നിന്ന് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ ജപ്പാനിൽ നിന്ന് നാഷണൽ കോർ CPI, അതേപോലെ ഫ്ലാഷ് മാനുഫാക്ചറിങ് PMI പോലത്തുള്ള ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ GBP നിന്ന് വീണ്ടും 2 മണിക്ക് ന്യൂസ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് US എന്ന് വലിയ രീതിയിലുള്ളൊരു ന്യൂസ് ഇല്ല. അതുകൊണ്ടിട്ട് തന്നെ നമ്മുടെ ഗോൾഡിനെ ഭയങ്കരമായ ഒരു ഫണ്ടമെൻ്റൽസ് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് ഗോൾഡിനെ അഫക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡിൻ്റെ കൗണ്ടറിൽ നമുക്കൊരു ടെക്നിക്കൽ വീക്കായിട്ട് കൺസിഡർ ചെയ്ത് പോകാം എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ശാന്തമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നൊരു വീക്കാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പ്രസിഡന്റ് അണ്ണൻ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. നമ്മൾ വിചാരിക്കുന്നതിന് ഓപ്പോസിറ്റായിട്ട് മാർക്കറ്റ് റൺ ചെയ്യുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം നമ്മുടെ മനസ്സിൽ ഓർമ്മിച്ചിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഗോൾഡ് നമുക്ക് JPYയിലോട്ട് പോകാം. 162.68 ടു 162.68 റേഞ്ചിൽ നിൽക്കുന്നു. നമ്മൾ നേരത്തെ കൊണ്ട് പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ഇതിട്ട് വെക്കാനായിട്ട് സെൽ ഓർഡർ ഇട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ ഇവിടുന്ന് വേണമെങ്കിലും സെല്ല് ചെയ്യാം. 162.60 ടു 162.80 ഇടയ്ക്ക് സെല്ല് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. സോ ധൈര്യമായിട്ട് നിങ്ങൾ സെല്ലെടുത്തു. ഓക്കെ, സോ ഞാനിവിടെ ഇതേവരെ നമ്മൾ 2 വട്ടമോ 3 വട്ടമോ നമ്മൾ പറഞ്ഞിട്ട് പ്രോപ്പറായിട്ട് അവിടെ നിന്ന് സെല്ല് നടന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്ത് മാറിയിട്ടുമുണ്ട്. ബേസിക്കലി ഇതിനകത്ത് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു മീറ്റിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു ലൈവായിട്ട്. അതിൽ ഞാൻ 162 അവിടുന്ന് സെല്ലെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല വട്ടം 1, 2, 3 വട്ടം അത് 160 എത്തിയിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, 160 ക്രോസ് ചെയ്തില്ല എങ്കിൽ അത് ഡെഫിനറ്റ്ലി 155 പോകില്ല. ഓക്കെ, ഇവിടുന്ന് നമ്മൾ ക്രോസ് ചെയ്ത് വീണ്ടും 160 അവിടുന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയേക്കാം. പക്ഷേ അൺലെസ് ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻ്റർവെൻഷൻ വരാത്തിടത്തോളം 155 പോകാനുള്ള പോസിബിലിറ്റി ഇല്ല. ഓക്കെ, സോ 160 അവിടെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് എടുത്ത് മാറണം. എന്നിട്ട് വീണ്ടും 162.5 162.9 വരുമ്പോൾ വീണ്ടും സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു പേഷ്യൻസ് ഉണ്ടാവണം. ഓക്കെ, സോ പല ആൾക്കാരും വീണ്ടും 162.3 അവിടെ നിന്നൊക്കെ സെല്ലെടുത്തു. ഇനി അങ്ങോട്ട് വരുമോ ഇല്ലയോ? ഞാൻ അവരുടെ പറഞ്ഞു വരും, എന്തായാലും വരും. പക്ഷേ എനിക്ക് ഇപ്പോൾ ഇന്ന് 162.7 അവിടെ ആയപ്പോൾ എനിക്ക് സെൽ ലിമിറ്റ് അടിച്ചു. ഓക്കെ, ഞാൻ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത് 163.30 മുകളിലാണ്. ഓക്കെ, സോ നിങ്ങൾക്കും അതേപോലത്തുള്ള സ്റ്റോപ്പ് ലോസ് നിങ്ങൾ വെച്ച് മാത്രമേ ഈ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. കാരണം നമുക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ 60 പിപ്പിൻ്റെ സ്റ്റോപ്പ് ലോസ്, അതായത് ഒരു JPYയുടെ കാര്യത്തിനകത്ത് 0.1 ലോട്ടിൽ വെറും $45 ആയിരിക്കും നമുക്ക് ലോസ് ആവുന്നത്. പക്ഷേ നേരെ മറിച്ചൊരു 160 വരെ കിട്ടി, അല്ലെങ്കിൽ 160.5 വരെ കിട്ടിയാലും ഓൾമോസ്റ്റ് 200 പീസ്, അതായത് അവിടെ പ്രോഫിറ്റ് വരുന്നത് $150 പ്രോഫിറ്റ് കിട്ടും 0.1 ലോട്ടിൽ. ഓക്കെ, അതായത് 1:3 ആയിരിക്കും നമ്മുടെ റിസ്ക് ടു റിവാർഡ് റേഷ്യോ. സോ ഇത് നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തിൽ 3 വട്ടം ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. മിനിമം ഒരു 150 to 200 പിപ്സിൻ്റെ പ്രോഫിറ്റും ആൾക്കാരുണ്ടാക്കിയിട്ടുണ്ട്. 0.1 ലോട്ടിൽ ഒരാൾ പോലും മിനിമം ഒരു $400 പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് JPYയിൽ. ഓക്കെ, സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ചെയ്യാതിരിക്കുക. കാരണം സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ 163.4 സ്റ്റോപ്പ് ലോസ് അടിച്ചെന്ന് വിചാരിച്ചോ, അത് ഡെഫിനറ്റ്ലി 163 അവിടെ പോകും. അടുത്ത ഓപ്പർച്യൂണിറ്റിയാണത്. ഓക്കെ, സോ ആ സെൽ ഓപ്പർച്യൂണിറ്റി 163 അവിടെ, അല്ലെങ്കിൽ 164 അവിടെയുള്ള സെൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം അതും നമുക്ക് തരും വീണ്ടും ഒരു 200 പിപ്പിൻ്റെ പ്രോഫിറ്റ് അല്ലേ. സോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ അതാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ USD JPY ഈ ഒരു പോയിന്റിൽ
162.60 ടു 162.80 അവിടുന്ന് ധൈര്യമായിട്ട് നിങ്ങൾ സെല്ലെടുത്തോ. ധൈര്യമായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് പറയുന്നത് കഴിഞ്ഞ 3 വട്ടവും പ്രോഫിറ്റ് എടുത്തിട്ടുള്ള ആൾക്കാർ ധൈര്യമായിട്ട് എടുത്തു. പക്ഷേ അല്ലാത്തുള്ള ആൾക്കാർക്കും എടുക്കാം. സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് ഇട്ട് പോവുക. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നമുക്ക് നമ്മളുടെ GBP-യിലോട്ട് പോകാം. 1.3430 നിൽക്കുന്നു. ഇന്നലെ നമുക്ക് 1.35 കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ ആയിട്ട് നമുക്ക് 1.3551 മാർക്കറ്റ് പോയതാണ് അല്ലേ. നമ്മൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് 1.3350 അവിടെ നിന്നുള്ളൊരു ബൈ. സോ അത് പല ആൾക്കാരും എടുത്തിട്ടുണ്ട്, ഹോൾഡ് ചെയ്ത് നല്ല രീതിയിൽ മോർ ദാൻ 200 പിപ്സിൻ്റെ പ്രോഫിറ്റ് സിമ്പിളായിട്ട് എടുത്തിട്ടുണ്ട്. 200 മോർ ദാൻ നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനും പറ്റി. 0.1 ലോട്ടിൽ ഓൾമോസ്റ്റ് $200 പ്രോഫിറ്റിന് മുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി എനിക്ക് വീണ്ടും പറയാനായിട്ടുള്ളത് വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. 1.3400 അവിടുന്ന് നമുക്ക് ബൈ ചെയ്ത് പോകുന്നത് കൊണ്ടിട്ട് തെറ്റില്ലാത്ത കാര്യമാണ്. അതായത് ഇന്ന് ഇനിയിപ്പം ഉച്ചയായി, US മാർക്കറ്റ് ഓപ്പൺ ആവും, അപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഇന്ന് രാത്രി അവസാനിക്കുന്നത് 1.3400 മുകളിലും നാളെ രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് 1.3400 മുകളിലും ആണ് എങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 1.3400 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.3380 താഴെയായിട്ട്, അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ളൊരു എൻട്രി എന്ന് പറഞ്ഞാൽ 1.3340 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതാണ്. ടൈറ്റായിട്ട് വെക്കുന്ന ആൾക്കാർക്ക് 1.3380 അവിടെ വെക്കാം. കാരണം 1.3380 വന്നാൽ ഡെഫിനറ്റ്ലി 1.3350 നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? വീണ്ടും നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. ആ ബൈ നമുക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി തരികയും ചെയ്യും. ഓക്കെ, സോ ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു കാര്യം. ഓക്കെ, സോ നമുക്ക് നേരെ നമ്മളുടെ EUR/USD 1.14208 നിൽക്കുന്നു. ഡെഫിനറ്റ്ലി 1.1400 അവിടുന്ന് ബൈ ചെയ്ത 1.1400 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.1380 താഴെ ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, അപ്പോൾ 20 പിപ്പിൻ്റെ സ്റ്റോപ്പ് ലോസ് മിനിമം ഒരു 80 അല്ലെങ്കിൽ ഒരു 60 പിപ്പിൻ്റെ എങ്കിലും ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോകാനും പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, നേരെ നമ്മൾ EUR/USD പോകാം. കഴിവതും യൂറോയിൽ നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾ ചെറിയ ലോട്ട് എടുത്ത് ചെയ്യുക എന്നുള്ളതാണ്. കാരണം യൂറോപ്പിൽ ഒരുപാട് പ്രോബ്ലംസ് നടക്കുന്നുണ്ട്. സോ അതുകൊണ്ടിട്ട് തന്നെ ചെറിയ ലോട്ടിൽ എടുക്കുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾ നോർമലി ഒരു ലോട്ടിൽ എടുക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതിയാവും. ഓക്കെ, നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരാം. ഗോൾഡ് 4061.98 നിൽക്കുന്നു. ഓക്കെ, സോ ഗോൾഡിന് 2 എൻട്രിയാണ് മെയിനായിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ളത്. 4080 അവിടെ നിന്നുള്ളൊരു സെല്ല്. ഓക്കെ, സോ 4080 അവിടെ നിന്നുള്ളൊരു സെല്ല് എടുക്കുന്ന ആൾക്കാർ 4095 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് വെച്ച് പോകണം. ഓക്കെ, സോ നേരെ മറിച്ച് 4030 അവിടെ നിന്ന് ബൈ ചെയ്യാം. നമുക്ക് 4030 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 4015 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് വെച്ച് പോവുകയും ചെയ്യണം. ഓക്കെ, സോ ഈ 2 സ്ഥലങ്ങളിൽ മാത്രമേ ഞാൻ എൻ്റർ ആവത്തുള്ളൂ. ഞാൻ ഇന്ന് രാവിലെ 4080 ആയപ്പോൾ എനിക്ക് ഓൾറെഡി സെൽ ലിമിറ്റ് ഉണ്ടായിരുന്നു, അത് ഹിറ്റായി. 4050 ആയിരുന്നു ഞാൻ TP വെച്ചത്. പക്ഷേ 4060 മുകളിലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം 4060 മുകളിലായിട്ട് ഈ ഒരു എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ അവിടുന്ന് ഞാൻ പ്രോഫിറ്റ് എടുത്ത് മാറുകയാണ് ചെയ്തത്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ബേസിക്കലി എന്താ പറയുക, നമ്മൾ ആ ഒരു എൻ പോയിൻറ്റ്സിൽ നിന്ന് കണ്ടുപിടിച്ച റേഞ്ച് ഇന്ന് 4030 to 4080 ആയിരിക്കും. ഓക്കെ, സോ ഡെഫിനറ്റ്ലി 4030 അവിടെ സപ്പോർട്ട് ചെയ്യും. കാരണം പ്രീവിയസ് ആയിട്ട് പല വട്ടം റെസിസ്റ്റ് ചെയ്ത സ്ഥലമാണ്. സോ അവിടെ നിന്ന് നമുക്ക് 4030 to 35 അവിടെ നിന്നുള്ളൊരു ബൈ എൻട്രിയാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി അറ്റ്ലീസ്റ്റ് 4060 അവിടെയെങ്കിലും നമുക്ക് TP, അല്ലെങ്കിൽ 4055 അവിടെയെങ്കിലും നമുക്ക് TP വെച്ച് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ആക്ച്വലി ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ സിഗ്നൽ ഗ്രൂപ്പിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ. അതിൽ നിങ്ങൾക്ക് അക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക അൽഗോയെ പറ്റിയുള്ള കൂടുതൽ അറിവിന് വേണ്ടിയിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. നല്ല ബ്രോക്കേഴ്സ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. എന്താ പറയുക, ഞാൻ അത് നിങ്ങളെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഗൈഡ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.